ആത്മാതാവിന്റെ കയ്യിരിക്കുന്ന കൊടി ത്രിവർണ്ണ പതാകയാണോ കാവിക്കൊടിയാണോ ശരിക്കും? നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് ശരിയെന്ന്? അല്ല, നിങ്ങൾക്ക് ഏതാ വേണ്ടത്? നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ എടുത്തോ. കോടതിയിലൊക്കെ ഇരിപ്പില്ല നീതി ദേവത. ഏത് ദേവതയാണെന്നറിയാം? ഗ്രീക്ക് ദേവതയാ. കുഴപ്പമല്ലോ ഉണ്ടോ? എംഗൽസിലൂടെ മാവോയിലൂടെ EMS പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മുടെ പെമ്മേവായി പറഞ്ഞത്. നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇവർക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പഴയ ഫോട്ടോ ഞാൻ അവിടെ വെക്കാം. 1904 ലോർഡ് കഴ്സൺ വന്ന് ഇന്ത്യ വിഭജനം നടത്തുന്ന സമയത്ത് ബംഗാളിനെ ചേർത്ത് നിർത്താൻ വേണ്ടി അന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവനായ അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ച ഒരു ഭാരത് മാതയുണ്ട്. കയ്യിൽ വെള്ളത്തുണിയും ഒപ്പം തന്നെ ഭക്ഷണവും കറ്റയും ഈ രുദ്രാക്ഷവും ആയി നിൽക്കുന്ന ഒരു ഭാരത് മാതയുണ്ട്. അവിടെ പുസ്തകവുമായി നിൽക്കുന്ന ഭാരത് മാതയുണ്ട്. ആ ഭാരതാംബയല്ലല്ലോ നമ്മളിന്ന് കണ്ടത്. ഒരു പ്രോട്ടോകോളും നിലവിൽ ഭാരതാംബയെ പുഷ്പാർച്ചന നടത്തിയോ വിളക്ക് തെളിയിച്ചോ ഒരു സർക്കാർ പരിപാടി നടത്തണമെന്നും അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് അവിടെ നിന്ന് വാക്കൌട്ട് നടത്താതിരിക്കാമെന്നും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ചരിത്രം ക്രിയേറ്റ് ചെയ്യാനാണ് BJPയും RSSും ശ്രമിക്കുന്നത്. BJPയുടെ ജോർജ് കുര്യൻ ഭാരതാംബ ഇഷ്യൂവിൽ ജോർജ് കുര്യൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഭരണഘടന ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം എല്ലാവരും വിളിച്ചില്ലേ? ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചില്ലേ? അന്ന് ഭരണഘടന ഉണ്ടായിരുന്നോ? നിയമം ഉണ്ടായിരുന്നോ? അതിന് ശേഷം വിളിക്കുന്നില്ലേ? അത് നിരോധിക്കും. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും CPM CPI എല്ലാം കൂടി നിങ്ങൾ ഭരിക്കുന്നിടത്ത്, നിങ്ങൾക്ക് അധികാരത്തിലുള്ളിടത്ത് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ നിരോധിക്കും. ഞങ്ങൾ വെല്ലുവിളിക്കുക. ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ നിയമസഭയുണ്ടല്ലോ, നിങ്ങൾ പാസ്സാക്ക്. ഭാരത് മാതാ കീ ജയ് വേണ്ട. അത് നിങ്ങൾ നമ്മുടെ ജവാന്മാരോട് പറയണം. ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്ന ജവാന്മാരോട് നിങ്ങൾ പറയണം ഭാരത് മാതാ വേണ്ട എന്ന്. യുദ്ധഭൂമിയിൽ നിങ്ങളെ കാക്കുന്ന ഈ ജവാന്മാരുണ്ടല്ലോ, അവരോട് പറയണം. നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ, അവരോട് പറയണം ഭാരത് മാതാ വേണ്ട എന്ന്. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കും. നമുക്ക് നോക്കാം. ഈ ഭാരത് മാതാവിന്റെ കയ്യിരിക്കുന്ന കൊടി ത്രിവർണ്ണ പതാകയാണോ കാവിക്കൊടിയാണോ ശരിക്കും? നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് ശരിയെന്ന്? അല്ല, നിങ്ങൾക്ക് ഏതാ വേണ്ടത്? നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ എടുത്തോ. അല്ലല്ല, നിങ്ങൾക്ക് ഏതാ വേണ്ടത്? നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, ഞാനെന്ത് ചെയ്യാനാ? നിങ്ങൾ പഠിച്ചിട്ട് വരാനേ. ഇല്ലല്ല, നിങ്ങൾക്ക് ഏതാ വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടത് എടുത്തോ. എന്താ ഗവർണർ പറഞ്ഞത്? ഞാനിത് പൂജിക്കുന്നു. അതൊരു മാന്യതയല്ലേ ഒരു ഗവർണർ പറഞ്ഞു? അല്ല, ഗവർണർ പറയുന്നു അദ്ദേഹത്തിന് ഈ കൊടിയുള്ളതാണ് ഞാൻ പൂജിക്കുന്നത്. അതിന് നിൽക്കുന്ന കുഴപ്പം? നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എഴുതിക്കോ. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ മറുപടി പറഞ്ഞു. ഗവർണർ ഞാൻ പറയാം, ത്രിവർണ്ണ പതാക ഉണ്ടാകുന്നതിന് മുമ്പ് ഏതായിരുന്നു ഇന്ത്യയുടെ കൊടി? കണ്ടിട്ടുണ്ടോ? ശിവാജിയുടെ പടം വരച്ചല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ശിവാജിയുടെ കയ്യിലിരിക്കുന്ന ഏതാണ്? ഏതെങ്കിലും എവിടെയെങ്കിലും ത്രിവർണ്ണ പതാകയ്ക്ക് മുമ്പ് ആ പതാകയല്ലാതെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? അപ്പൊ അതുകൊണ്ട് ആ പതാക ആരെങ്കിലും ഉയർത്തിയാൽ അതെന്താണ് തെറ്റ്? ഭരണഘടനാ വിരുദ്ധമാണോ? നമ്മുടെ നമ്മുടെ നീതി ദേവതയില്ലേ? നീതി ദേവത എല്ലായിടത്തും ഇരിപ്പില്ലേ? കോടതിയിലൊക്കെ ഇരിപ്പില്ല നീതി ദേവത. ഏത് ദേവതയാണെന്നറിയാം? ഗ്രീക്ക് ദേവതയാ. കുഴപ്പമല്ലോ ഉണ്ടോ? RSSനോ BJPക്കോ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ ആർക്കും ഉയർത്താൻ ആരും പ്രശ്നം പറയുന്നില്ല. ഭാരത് മാതാ ജി വിളിക്കുന്ന ആരെങ്കിലും നിയമപരമായി എതിർത്തൊന്നും പറയില്ല. ആരും എതിർത്തൊന്നുമില്ല. ഭാരത് മാതാ ജി എല്ലാവരും വിളിക്കാറുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം. ഔദ്യോഗികമായി ഭരണഘടനാ സ്ഥാപനമായ ഒരു സ്ഥലത്ത് ഗവർണർ പൊതുവേദികളിൽ അത് ഉപയോഗിക്കുന്നതിനാണ് എതിർക്കുന്നത്. അല്ല, അദ്ദേഹം അത് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങളെന്താ നിയമം ഉണ്ടാക്കാനേ? നിയമമുണ്ടെന്നേ. നിയമമുണ്ട്. അതായത് നീതി ദേവത ഉണ്ടാകാമെങ്കിൽ, ഗ്രീക്ക് ദേവതയായിട്ടുള്ള നീതി ദേവത ഉണ്ടാകാമെങ്കിൽ എന്തുകൊണ്ട് ഭാരതത്തിന്റെ ഭാരത് മാത ഉണ്ടായിക്കൂടാ? മുദ്രാവാക്യം വിളിക്കരുത്. മുദ്രാവാക്യം എന്റെ മൈക്കിനെ കഴിയുന്ന സൗണ്ടാണ്. മുദ്രാവാക്യം വിളിക്കരുത്. എന്റെ സുഹൃത്തെ, നിങ്ങൾ ഭാരത് മാതയെ ചീത്ത പറഞ്ഞോളാനേ. നിങ്ങൾക്ക് ഭാരത് മാത വേണ്ടല്ലോ. അടുത്ത വീട്ടിലെ പട്ടാളക്കാരനോടും പോയി പറയാ ഈ ഭാഷ. അടുത്ത വീട്ടിലെ പട്ടാളക്കാരനോടും പോയി പറയാ. അഞ്ചടി വിട്ടേ നിൽക്കാവുള്ളൂ, കോവിഡ് ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഉത്തരം പറഞ്ഞു. അല്ല, എന്റെ സുഹൃത്തെ ഏത് മാധ്യമ? എന്റെ ദൈവമേ, ഭാരത് മാതാവിന് മിണ്ടരുത്. അത് കേൾക്കും അവര്. പോരാത്തതിന് ഇപ്പം നമ്മുടെ എന്താ MAV വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കില്ല ഇത് ഭാരത് മാതാ എന്ന് പറയാതെ. എന്തൊരു കഷ്ടം. കൈരളിക്കാരനെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇരുന്നിട്ട് ഭാരത് മാത ഒരു 10-25 പ്രാവശ്യം ഭാരത് മാതാ എന്ന് പറഞ്ഞു. അത് തെറ്റല്ലേ? അതെങ്ങനെയാന്ന് ചോദിച്ചാൽ മാർക്സിന്റെ ചിന്തയില് ഈ രാഷ്ട്രപരമായിട്ടുള്ള ചിന്ത ഇല്ല എന്ന് എംഗൽസ് പറഞ്ഞിട്ടുണ്ട്. എംഗൽസിലൂടെ മാവോയിലൂടെ EMS പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മുടെ പെമ്മേവായി പറഞ്ഞത്. അങ്ങ് പറഞ്ഞു. അങ്ങ് എന്താന്ന് എഴുതിക്കോ, എന്താന്ന് റിപ്പോർട്ട് ചെയ്യും. കൈരളിയല്ലേ? ഞാൻ പറഞ്ഞല്ല, ഗവർണർ പറഞ്ഞത് ഭഗവത് ധ്വജം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അത് പിടിച്ചോട്ടെന്ന്. നിങ്ങൾ കുഴപ്പമുണ്ടോ? ഇവിടെ ജോർജ് കുര്യൻ കാര്യം മനസ്സിലാകാത്തോണ്ടല്ല, അയാളെ ഉരുണ്ട് കളിക്കുക. അയാൾക്കെന്നെ മനസ്സിലാകാത്തോണ്ടാണ്.
ഇവിടെ ഭാരതാംബ എന്ന് പറയുന്ന ഫോട്ടോ വെച്ചു, മുകളിൽ കാവിക്കുടി വെച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അകത്ത് ഈ പറയുന്ന BJPക്കാരും RSSകാരും കാവി വെച്ചു, പിന്നീട് കൊണ്ട് ഇന്ത്യൻ ഫ്ലാഗ് വെച്ചു. ഫ്ലെക്സ് അടിച്ചപ്പോൾ ആദ്യം കൊണ്ട് കാവി വെച്ചു, പിന്നെ ഇന്ത്യൻ ഫ്ലാഗ് വെച്ചു. അവർക്ക് തന്നെ ഒരു സ്ഥിരതയില്ല, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഭാരതാംബയെന്ന് വിട്ട് നീതി ദേവതയിലോട്ടായി. ഇനി അടുത്ത ഒരു വോട്ട് വെക്കാൻ പോകുന്ന ആശയം. നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇവർക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എതിർപ്പ് എൻ്റെ അറിവിൽ ആരും പ്രകടിപ്പിച്ചായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. മീഡിയാസ് വന്നിട്ടില്ല. അല്ലാതെ ഒളിഞ്ഞും പറഞ്ഞു എന്നാലും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കാരും ഇങ്ങനെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ഭാരതാംബ എന്ന് പറയുന്ന ഫോട്ടോ ഒരു പബ്ലിക് ഫംഗ്ഷനിൽ ഗവർണർ രാജ്ഭവനിൽ വെച്ചപ്പോഴാണ് പ്രശ്നം വന്നത്. ഈ സംസ്ഥാന സർക്കാർ എന്തിനാണ് ഭാരതാംബ എന്ന് പറഞ്ഞ ആ പിക്ചറിനെ ബഹുമാനിക്കുന്നത്? ഭാരതമാത എന്ന് പറയുന്ന ഒരു സങ്കല്പമാണോ? അല്ലാതെ അതൊരു രൂപമല്ല, ഒരു സ്ത്രീ രൂപമല്ല. ഷീ എന്ന് നമ്മൾ ഭൂമിയെ ഷീ എന്ന് പറയുന്നു, സ്റ്റേറ്റ്സിനെ ഷീ എന്ന് പറയുന്നു. കാരണം അമ്മ എന്നുള്ളത് അതിനൊരു ഫോട്ടോ ഒന്നുമില്ല. ഇതൊരു വരച്ച രൂപം, ഒരു സ്ത്രീയുടെ രൂപം. ഇവര് എനിക്ക് തോന്നുന്നത് ഹൈന്ദവ ദേവതമാരുടെ പിക്ചേഴ്സിൻ്റെ അകത്തുനിന്ന് രൂപീകരിച്ചെടുത്ത ഒരു ഫോട്ടോ. അതിന് കാവി കൊടിയും പിടിപ്പിച്ച് ഭാരതാംബ എന്നതുകൊണ്ട് ഇവർ മുമ്പോട്ട് വന്നു. ഈ കൊടിയും ഈ ആശയവും RSSന്റെ എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഭാരതാംബ എന്ന് പറഞ്ഞ ഒരാശയത്തിന് ഉണ്ടായിരുന്ന ഫോട്ടോ വേറെയാണ്. ഈ ഫോട്ടോയും ഈ സ്ത്രീയുടെ രൂപവും ഈ കൊടിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. പഴയ ഫോട്ടോ ഞാൻ അവിടെ വെക്കാം. ഇതാണ് പഴയത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് എവിടെയും പറയുന്നില്ല. നമ്മുടെ മിനിസ്റ്റേഴ്സ് ആരും ഭരണഘടനാ ലംഘനം നടത്തിയിട്ടില്ല. അരുൺകുമാർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ചരിത്രം. ഭാരതാംബയിൽ പോരിലേക്ക് എന്നാണ് ചോദ്യം. ഭാരതാംബ പോരിനുള്ള ഒരു ഉപകരണമായി മാറുന്നു എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അതൊരു സാഹിത്യ സാംസ്കാരിക ചിഹ്നം മാത്രമാണ് ഭാരതാംബ. അതിനെ രാഷ്ട്രീയ ചിഹ്നമായി, ഒരു ദേശീയ ചിഹ്നമായി പ്രതിഷ്ഠിച്ച് ഒരു പുതിയ വിവാദത്തിന്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് ഉള്ളിൽ സംഘപരിവാറുകാരനും പുറമെ ഗവർണറുമായി നിൽക്കുന്ന രാജേന്ദ്ര ആർലേക്കർ. നമ്മൾ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. 5ഓളം പാർട്ടികളിൽ നിന്ന് മാറി മാറി വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു തികഞ്ഞ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രയോക്താവായിരുന്നു. അങ്ങനെ തന്നെയാണ് നമ്മൾ വിലയിരുത്തിയിരിക്കുന്നത്. ഭാരതീയ ക്രാന്തിദൾ, ഇന്റർനാഷണൽ കോൺഗ്രസ്, BSP, പിന്നീട് ഏറ്റവും ഒടുവിൽ BJPയിലേക്ക് എത്തുന്ന ഒരു കാലം. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല രാജേന്ദ്ര ആർലേക്കർ. രാജേന്ദ്ര ആർലേക്കർ അന്നും ഇന്നും കറകളഞ്ഞ സംഘപരിവാറുകാരനാണ്. ഒരൊറ്റ പാർട്ടിയിലെ രാജേന്ദ്ര ആർലേക്കർ പ്രവർത്തിച്ചുള്ളൂ, BJP. ഒരൊറ്റ സംഘടനയുടെ ആശയമേ രാജേന്ദ്ര ആർലേക്കറിനെ നയിച്ചിട്ടുള്ളൂ, അത് RSS. ആ രാജേന്ദ്ര ആർലേക്കർ പരീക്കറിന് ശേഷം ഒരുപക്ഷെ ഗോവ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഒരു മന്ത്രിസ്ഥാനവും ഒരു സ്പീക്കർ സ്ഥാനവും 3 സംസ്ഥാനങ്ങളിലെ ഗവർണർ സ്ഥാനവും മാത്രം കിട്ടിയ രാജേന്ദ്ര ആർലേക്കറിന് തന്നെ കേരളത്തിൽ നിയമിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ഉദ്യമം മിഷൻ നടപ്പിലാക്കണം. ആ രാഷ്ട്രീയ മിഷൻ നടപ്പിലാക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിൽ SFIയെ നേരിടുന്ന പ്രകടനപരമായിട്ടുള്ള പോരാട്ടമാണ് കാഴ്ചവെച്ചതെങ്കിൽ രാജേന്ദ്ര ആർലേക്കറിന്റേത് ബുദ്ധിപൂർവമായ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. ചിഹ്നങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിരന്തരം ഇങ്ങനെ സർക്കാരുമായി ഏറ്റുമുട്ടുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുക, അതിനുശേഷം അതുണ്ടാക്കുന്ന ചർച്ച കണ്ട് രസിക്കുക. ഇതാണ് കേന്ദ്രത്തെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന രണ്ടാമത്തെ രീതിയാണ്. എന്നാൽ സർക്കാരുമായി ഭരണത്തിൽ നേരിട്ടുള്ള പോരാട്ടമില്ല. എന്നാൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രതീകാത്മകമായ ഒരു പോരാട്ടമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ അപകടകരമായ നീക്കമാണ് രാജേന്ദ്ര ആർലേക്കർ നടത്തുന്നതെന്നാണ് എന്റെ പക്ഷം. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താ? ഇന്ന് വായനാ ദിനമല്ലേ, PN പണിക്കരുടെ ദിനമല്ലേ, ഇന്ന് കുട്ടികളെല്ലാവരും വായിച്ചു പഠിച്ച് അറിഞ്ഞു വളരേണ്ട കാലമല്ലേ. ഇന്നത്തെ വായനാ ദിനത്തിന്റെ മോട്ടോ എന്താ? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ളതല്ലേ. ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ചിന്ത എന്താണ്? അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന, രാജ്ഭവനിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭാരതാംബ ഏത് ഭാരതാംബയാ? ആ ഭാരതാംബയെ ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമായി ഒരു ദേശീയ ചിഹ്നമായിട്ട് കൊണ്ടുവരാൻ കഴിയുമോ? നമുക്കറിയാവുന്ന ഭാരതാംബ പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 1873 വന്ന നാടകമായിരിക്കുന്ന ഭാരതാംബയാണ്. ആ നാടകം സൃഷ്ടിക്കപ്പെട്ട ബംഗാളിലെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് അവിടെ ഒരു ഫെമീൻ നിൽക്കുന്ന, ബംഗാൾ ക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കിരൺ ചന്ദ്ര ബാനർജി എഴുതിയ നാടകമാണ് ഭാരതാംബ. ആ ഭാരതാംബയാണോ ഈ താമരയും അതേപോലെ ഇന്ത്യയുടെ തന്നെ ഭൂപടം മാറ്റി എഴുതിയ ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന കാവിക്കൊടി എന്തിയ ഭാരതാംബ? അങ്ങനെ ഒരു ഭാരതാംബ 1873 ആരും കണ്ടിട്ടില്ല. 1905 1904 ലോർഡ് കഴ്സൺ വന്ന് ഇന്ത്യ വിഭജനം നടത്തുന്ന സമയത്ത് ബംഗാളിനെ ചേർത്ത് നിർത്താൻ വേണ്ടി അന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവനായ അബനീന്ദ്രനാഥ ടാഗോർ വരച്ച ഒരു ഭാരത് മാതയുണ്ട്. കയ്യിൽ വെള്ളത്തുണിയും ഒപ്പം തന്നെ ഭക്ഷണവും കറ്റയും
വീണയും ഈ രുദ്രാക്ഷവും ആയി നിൽക്കുന്ന ഒരു ഭാരത് മാതയുണ്ട്, അവിടെ പുസ്തകവുമായി നിൽക്കുന്ന ഭാരത് മാതയുണ്ട്. ആ ഭാരതാംബയല്ലല്ലോ നമ്മൾ ഇന്ന് കണ്ടത്. പുസ്തകമായി നിൽക്കുന്ന ഭാരതാംബയോ രുദ്രാക്ഷമായി നിൽക്കുന്ന വെള്ളത്തുണിയുമായി നെൽക്കതിരുമായി നിൽക്കുന്ന ഭാരതാംബയോ അല്ല നമ്മൾ കണ്ടത്. കാവിക്കൊടി എന്ന് നിൽക്കുന്ന ഭാരതാംബ എവിടെ നിന്ന് വന്നു? അവിടെയാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ച ചോദ്യം. ഈ കുട്ടികളുടെ മുന്നിൽ ഈ ഭാരതാംബ ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോ ആരുടേതാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് നമ്മുടെ ഗാന്ധിയുടെ ആണെങ്കിൽ എനിക്ക് തിരിച്ചറിയാമായിരുന്നു, അത് പ്രധാനമന്ത്രിയുടെ ആണെങ്കിൽ എനിക്ക് തിരിച്ചറിയാമായിരുന്നു. ഇതൊന്നുമില്ലാതെ 1950 ദ എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ടിലാണ് നമ്മുടെ രാജ്യത്ത് പ്രോട്ടോകോൾ പ്രകാരം ഉപയോഗിക്കാവുന്നതും അതല്ലെങ്കിൽ ഔദ്യോഗികമായി ഉപയോഗിക്കാവുന്നതും അതിന് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തിയാൽ ശിക്ഷ ഉറപ്പാക്കുന്നതുമായ ആക്ട് പാസാക്കുന്നത്. അപ്പോൾ 1950 എംബ്ലംസ് ആക്ടിലോ 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിലോ ഈ സിംബലിനെ കുറിച്ച് പറയുന്നില്ല. ഒരിടത്തും നമ്മൾ അത് സിംബലായിട്ട് ഉപയോഗിച്ചിട്ടില്ലെന്നേ. കേരളത്തിൽ ഇന്നേ വരെ ഇതേ ചരിത്രത്തിൽ നാടകത്തിലും കവിതയിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജനനീ ജന്മഭൂമിച്ച സ്വർഗാത ഭീകരിയസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ജനിച്ച നാട് ഏതാ? നമ്മൾ കുറച്ചു കാലം വരെ തിരുവിതാംകൂറുകാരായിരുന്നു, കുറച്ചു കാലം വരെ കൊച്ചിക്കാരായിരുന്നു, കുറച്ചു കാലം വരെ മദ്രാസിയായിരുന്നു. പിന്നീടാണ് നമുക്ക് കേരളം ഉണ്ടാവുന്നത്, പിന്നീടാണ് നമുക്ക് ഇന്ത്യ ഉണ്ടാവുന്നത്, ഭാരതം എന്ന സങ്കല്പം തന്നെ ഉണ്ടാവുന്നത്. ആ ഭാരതം എന്ന സങ്കല്പത്തിന് ദീർഘകാലത്തെ ചരിത്രം കഥകളിൽ പറയുന്നുണ്ട്, ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്, പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ചരിത്രം പക്ഷേ നമ്മളോട് പറയുന്നത് എന്താ? നമ്മൾ ഒരുമിച്ച് നിന്ന ഇന്ത്യ രാജ്യമായി വരുന്നത് 1950 ഇന്ത്യൻ ഭരണഘടന വന്നതിന് ശേഷമാണ്. അപ്പൊ ആ ഭൂമിയുടെ ഇന്ത്യയുടെ മാപ്പ് സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന മാപ്പ് അല്ല അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്താ? അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അഖണ്ഡ ഭാരതം എന്ന ആശയമാണ്. ആ അഖണ്ഡ ഭാരതം എന്ന ആശയത്തിൽ എവിടെയാ ഇന്ത്യയുടെ കാശ്മീർ കിടക്കുന്നത്? കാശ്മീർ കാണാനില്ലല്ലോ. നമ്മളതല്ലേ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്. ആ അഖണ്ഡ ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ ആസേതു ഹിമാചലം പരന്നു കിടക്കുന്ന ഒരു ഹിന്ദു സാമ്രാജ്യത്തെ കുറിച്ചുള്ള ചർച്ച, മറാഠ സാമ്രാജ്യം ഉണ്ടാവുന്ന 16-17 നൂറ്റാണ്ടുകളിൽ ഉണ്ടാവുന്നത് പോലെയുള്ള ഒരു ഭൂപടത്തിന്റെ പശ്ചാത്തലമാണ്. അത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ചിത്രം എന്താണെന്നേ. ആ ചിത്രം എന്താണ് എന്ന് പറയുമ്പോഴാണ് ആ സങ്കല്പം കൊണ്ടുവന്ന ആളെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്. രാജേന്ദ്ര ആർലേക്കർ പറയാൻ ശ്രമിച്ചത് എന്താ? ഇത് അംബേദ്കർ സൃഷ്ടിച്ച, ഗാന്ധി സൃഷ്ടിച്ച, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവൻ നൽകി അവരുടെ ജീവിതം നൽകി സൃഷ്ടിച്ച ഒരു ഇന്ത്യ അല്ല ഇതൊന്നും. പകരം ഈ ഇന്ത്യ എന്നുള്ളത് ആസേതു ഹിമാചലം പരന്നു കിടക്കുന്ന സവർക്കർ നേരത്തെ സൂചിപ്പിച്ച അഖണ്ഡ ഭാരതം എന്ന ആശയമാണ് എന്നാണ്. ആ സവർക്കറിനെ കുറിച്ച് ഒരു വാചകം കൂടി പറഞ്ഞു പോകണം. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയട്ടെ. 1911 ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൻഡമാൻ നിക്കോബർ ഐലൻഡിൽ കിടക്കുമ്പോൾ ഇതേ ഇന്ന് ഭാരതാംബയുടെ പശ്ചാത്തലത്തിൽ കാണുന്ന അഖണ്ഡ ഭാരത സങ്കല്പം ഉണ്ടാക്കിയ ഈ സവർക്കർ എഴുതി കൊടുക്കുന്ന ദയാഹർജി ഒരിക്കൽ കൂടി നമ്മൾ കേൾക്കണം. അത് ഓർമ്മയിൽ ഉണ്ടാവണം. എന്താണ് ആ ദയാഹർജി? ഗവർണർ ജനറൽ എക്സിക്യൂട്ടീവ് കൗൺസിലെ ഹോം മെമ്പർ റിജിനാൾഡ് ക്ലൗഡോക്കിന് യുവർ ഓണർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ആ ദയാഹർജിയുടെ ഒരു ഭാഗത്ത് പറയുന്നു, ഏത് രീതിയിൽ വേണമെങ്കിലും എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ഗവൺമെന്റിനെ സഹായിക്കാൻ തയ്യാറാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ. എന്റെ സംഭാഷണം ആത്മാർത്ഥമാണ്. എന്നെ ജയിലിൽ തന്നെ നിലനിർത്തിയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. വിട്ടാലും മാറ്റമൊന്നും വരില്ല. അധികാര കേന്ദ്രത്തിനെ കരുണ കാട്ടാൻ കഴിയൂ. സർക്കാരിന്റെ പിതൃസഹജമായ കവാടങ്ങൾക്കുള്ളിലല്ലാതെ മറ്റെവിടെയാണ് മുടിയനായ പുത്രന് മടങ്ങിച്ചെല്ലാനാവുക? ഈ കുട്ടികളോട് രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ മുടിയനായ ഒരു പുത്രൻ ഒരു സഹജമായ ഒരു പിതൃരാജ്യത്തിന്റെ കവാടത്തിലേക്ക് പോയി മാപ്പപേക്ഷിച്ച ചിത്രമാണ് ഈ വരച്ചിരിക്കുന്നതെന്ന് പൊളിറ്റിക്കൽ മെസ്സേജ് ആണോ കൊടുക്കാൻ പോകുന്നത്? ആ മെസ്സേജ് ആണോ? അതും വളരെ പ്രധാനപ്പെട്ട ഒരു ദിനത്തിൽ ഈ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട പാഠം. അതുകൊണ്ട് ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കൈയടിച്ച് അഭിനന്ദിക്കുന്നത് അവിടെ വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തൊരു പാഠമുണ്ട്. ചരിത്രത്തെ നമ്മൾ പോരാട്ടത്തിലൂടെ മനസ്സിലാക്കിയ ഒരു ചരിത്രമുണ്ട്. പലപ്പോഴും ടെക്സ്റ്റിനോടൊപ്പം നമ്മൾ സബ് ടെക്സ്റ്റ് പഠിക്കും, പാഠത്തോടൊപ്പം ഉപപാഠം പഠിക്കും. നിങ്ങൾ കാണുന്ന ചിത്രം എന്താണ്? കുട്ടിക്കത് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ നോർമലൈസ് ചെയ്യുന്നതിനെതിരെ മുഖ്യമന്ത്രി കാണിച്ച, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാണിച്ച ആർജവം കുട്ടികൾ മനസ്സിലുണ്ട്. ഈ കുട്ടികൾ ഒരിക്കലും മറക്കില്ല. ആ വരച്ചിരിക്കുന്ന ഭാരതാംബ അത് കിരൺചന്ദ്ര ബാനർജിയുടെ ഭാരതാംബയല്ല, അത് അബനീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരതാംബയല്ല, അത് അംബേദ്കർ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യയുടെ ചിത്രമല്ല. പകരം അത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നുവെന്നും ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്റെ കാവി പതാക എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയല്ലെന്നും ആ കുട്ടികൾ പഠിച്ചു. അങ്ങനെ കുട്ടികളെ ഒരു പാഠം പഠിപ്പിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടാണ് ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഭിനന്ദിക്കുന്നത്. കാരണം ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങനെ പ്രതിഷേധിക്കാതെ പോയിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ബോധം എന്നുള്ളത് അത്യന്തം അപകടകരമായ ഒരു ബോധമാകുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിലുള്ള പ്രതികരണം അങ്ങനെ തന്നെ ആവണം. ആ വാക്ക് പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുന്നു. എന്ത് പ്രോട്ടോക്കോളാ? ഗവർണർക്കില്ലാത്ത പ്രോട്ടോക്കോളാണോ? ആ ഭാരതാംബയിൽ പുഷ്പാർച്ചന നടത്തുന്നത് ഏത് പ്രോട്ടോക്കോളിലാണ് ഉള്ളത്? ഒരു സർക്കാരിന്റെ പരിപാടി നടത്തുമ്പോൾ അതല്ലെങ്കിൽ ഒരു പൊതുപരിപാടി നടത്തുമ്പോൾ ഈ ഗവർണറുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ 163 ആർട്ടിക്കിളിലല്ലേ? എന്താ 163 ആർട്ടിക്കിൾ പറയുന്നത്? ഈ ഗവർണർ പ്രവർത്തിക്കേണ്ടത് ആരുടെ ഉപദേശത്തിലും ആരുടെ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ, മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഈ ഗവർണർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഇത്തരം ചിത്രങ്ങൾ വെച്ച് പൂജിക്കാൻ ആ ഗവർണർക്ക് അവകാശമുണ്ട്. പക്ഷേ അത് പൊതുപരിപാടിയിലല്ല. ഗവർണറുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഏത് ചിത്രത്തിൽ പൂജിച്ചാൽ ആർക്കാ കുഴപ്പം? ആ ചിത്രത്തിൽ നിങ്ങൾക്ക് സച്ചിൻ തെണ്ടുൽക്കറിന്റെയോ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് സ്മൃതി മന്ദാനയുടെയോ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ബോളിവുഡ് താരത്തിന്റെയോ ഹോളിവുഡ് താരത്തിന്റെയോ ഒക്കെ ചിത്രം വെച്ച് പൂജിക്കാനും അതിൽ ആരാധിക്കാനും ഒക്കെയുള്ള അവകാശം ഗവർണർക്കുണ്ട്. പക്ഷേ ഒരു പൊതുചടങ്ങിൽ ഇതേപോലെ വികലമായ ഒരു ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഭാരതാംബ എന്ന ഒരു സാഹിത്യ സാംസ്കാരിക ചിഹ്നത്തെ അതിൽ തന്നെ വ്യത്യസ്തപ്പെടുത്തി അതിൽ കാവിക്കൊടി വളർത്തി രാജ്ഭവനെ ഈ നിലവിൽ ഒരു ശാഖയാക്കി മാറ്റാൻ, RSSന്റെ ശാഖയാക്കി മാറ്റാൻ ഒരു നീക്കം നടത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം. ആ പ്രതിഷേധമാണ് അവിടെ കണ്ടത്. ആ പ്രതിഷേധത്തിനും അപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഉപപാഠം കൂടിയാണ്. വളരെ ശക്തമായ ഒരു ഉപപാഠം, ഒരു സബ് ടെക്സ്റ്റ്
പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തെ ആഴത്തിൽ പരിശോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് കരുത്തേകുന്ന ഒരു നിമിഷമായി തന്നെ ഞാനിതിനെ കാണുകയും ചെയ്തു. പിന്നെ പ്രോട്ടോകോൾ ഭീഷണിയൊക്കെ അത് തൽക്കാലം ഗവർണർ കൈവശം വെച്ചാൽ മതി. ആ ഗവർണർക്കില്ലാത്ത പ്രോട്ടോകോൾ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിക്കും ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രോട്ടോകോളും നിലവിൽ ഭാരതാംബയെ പുഷ്പാർച്ചന നടത്തിയോ വിളക്ക് തെളിയിച്ചോ ഒരു സർക്കാർ പരിപാടി നടത്തണമെന്നും അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് അവിടെ നിന്ന് വാക്കൌട്ട് നടത്താതിരിക്കാമെന്നും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ കൂടി നമ്മൾ പറയാം, ഗവർണറിനെ ടൂളായി ഉപയോഗിക്കുന്നു. നിർഭാഗ്യവശാൽ ഭാരതാംബ എന്ന സാംസ്കാരിക സാഹിത്യ ചിഹ്നത്തെ പോലും ഒരു രാഷ്ട്രീയ ചിഹ്നമായി ഉപയോഗിക്കുന്ന ഒരു കൗശലമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് അത്യന്തം അപകടകരമായ സംഘപരിവാറിന്റെ ബുദ്ധിയാണ്. ഇന്ന് അതിന്റെ പേരിൽ ABVP പല സ്ഥലങ്ങളിലേക്കും പ്രതിഷേധം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടി നിങ്ങൾ കരുതി വെക്കേണ്ടി വരും, എല്ലാ സംഘപരിവാർ സംഘടനകളും എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്തുള്ള ടേക്ക്. അതുകൊണ്ട് ഒരിക്കൽ കൂടി വിദ്യാഭ്യാസ മന്ത്രി ഇന്നെടുത്ത ധീരമായ നിലപാടിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. അതൊരു ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി മാറുകയും ചെയ്യുന്നു ഈ പോരാട്ടത്തിൽ എന്നാണ് എന്റെ ടേക്ക്. പുരാണമല്ല ചരിത്രം. ചരിത്രം പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ചരിത്രം ചരിത്രമായിട്ട് വരണം. ഇവിടെ ചരിത്രം ക്രിയേറ്റ് ചെയ്യാനാണ് BJPയും RSSും ശ്രമിക്കുന്നത്. എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഉള്ളത് പഠിച്ചാൽ മതിയില്ലേ, ഉള്ളത് മനസ്സിലാക്കിയാൽ മതിയില്ലേ? തെറ്റായ സന്ദേശം ജനങ്ങൾക്കിടയിലോട്ട് സ്പ്രെഡ് ചെയ്ത് വിട്ടിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് സയൻസും ടെക്നോളജിയൊക്കെയാണ്, മതവും രാഷ്ട്രീയവും അല്ല പഠിക്കേണ്ടത്. രാഷ്ട്രത്തോട് സ്നേഹം വേണം. ഭാരത് മാതാ കി ജയ്, അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, ഓരോ പൗരൻ്റെ മനസ്സിൽ വേണ്ടാണ്. ഭാരതാംബ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സങ്കല്പം ഫോട്ടോ രൂപീകരിച്ച് ഒരു സ്ത്രീയുടെ രൂപം വരച്ചു വെച്ച് അവിടെ കൊണ്ട് കൈ കൊടിയും കൊടുത്തിട്ട് ഒഫീഷ്യലായിട്ട് കൊണ്ട് വെച്ചു എന്ന് പറയുമ്പം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെല്ലാം ഭാരതാംബയെക്കുറിച്ച് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യണം. അവിടെ ഭാരതാംബ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെക്കുറിച്ചോ അല്ല അവിടെ കൊടിയെക്കുറിച്ചോ ഒന്നും അവിടെ പറയുന്നില്ല. സംശയമുള്ളവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് വായിച്ചു നോക്കുക, ഗൂഗിളിലൊക്കെ കൊണ്ട് എടുത്ത് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ബുക്സ് വേണമെന്നുണ്ടെങ്കിൽ ലോ ബുക്ക് സെൻ്ററുകളിലൊക്കെ കിട്ടും. രാഷ്ട്രീയം നല്ലതാണ്. രാഷ്ട്രം മറന്നുള്ള രാഷ്ട്രീയം ഒരു ശരിയായ രീതിയല്ല. ഇവിടെ രാഷ്ട്രത്തെ മറന്നുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ മുമ്പോട്ട് ഓരോ കാര്യങ്ങൾ വെക്കുന്നത്. രാജ്യമാണ് വലുത്, ഭാരതമാണ് വലുത്, ഭാരതത്തെ ജനതയാണ് വലുത്. അത് കഴിഞ്ഞിട്ട് മതി ഈ ജാതി, മതം, ഈ രാഷ്ട്രീയ ചിന്തകൾ. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഡേർട്ടി ഗെയിമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ ഡേർട്ടി ഗെയിമിലോട്ട് വെറുതെ സാധാരണക്കാരായ സിറ്റിസൺസ് അവരെ പിടിച്ച് മുക്കല്ല. ഗവർണറെക്കുറിച്ചൊക്കെ എതിർത്ത് പറയുന്നവരാണല്ലോ BJPക്കാർ. ആ മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും പറഞ്ഞ വേണം മാത്രമാണെന്ന് ഇപ്പം പറയുന്നത്. ഈ നാട്ടിൽ നടക്കുന്ന ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ണുമുട്ടന്മാരാണോ? വാർത്ത ആരും കേൾക്കാത്തവരാണോ? നോർത്തിലോട്ടൊക്കെ പോയി ദളിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ കഴിഞ്ഞ മാസമായിരുന്നല്ലോ ഒരു പോലീസുകാരനെ ഒരു ദളിത് സ്ത്രീയോട് കാണിച്ചത്. വീട്ടിൽ പണിക്ക് പോയിട്ട് സ്വർണം കാണാൻ പോയിട്ട് ഈ സ്ത്രീയുടെ വിലക്ക് ഒരു ദിവസം വരെ ആ സ്ത്രീ അവിടെ പിടിച്ചു നിർത്തി. 2 പെൺമക്കളുള്ള സ്ത്രീയാണ്. ആ വാർത്തയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ദളിതർക്കുള്ള പ്രശ്നങ്ങൾ കണ്ടമാനമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. വേടൻ എന്ന് പറയുമ്പോൾ വേടൻ രാഷ്ട്രീയ വേടന്റെ പിന്നിലാളുണ്ട്. എന്താണ് ഈ കാണിക്കുന്നത്? BJPയുടെ പ്രവർത്തകർ, RSSന്റെ പ്രവർത്തകർ, ഇവർ ഈ നാട്ടിൽ കാണിക്കുന്ന ഓരോന്നും ജനത്തെ വെറുപ്പിക്കുകയാണ്. ഈ ആശയങ്ങൾ കേരളത്തിലെ ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മുടെ രാഷ്ട്രീയ ആശയങ്ങൾ ജനങ്ങൾക്കിടയിലോട്ട് അടിച്ചേൽപ്പിച്ചിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? RSSന്റെ ശാഖയിൽ ഭാരതാംബ വെക്കണമെന്നെ കൊണ്ട് വെച്ചു, അതിനെന്താ തെറ്റിരിക്കുന്ന? അവർ വെക്കുവോ, അവരുടെ വീട്ടിൽ കൊണ്ട് വെക്കുവോ? ഗവർണറിന്റെ വീട്ടിൽ വെക്കാം. ഗവർണർ പറയുന്ന 1000 വർഷങ്ങൾക്ക് ആയിട്ട് ഈ ഭൂമിയിലുള്ള ഇവിടെയുള്ളതാണ് ഭാരതാംബ എന്ന് പറയുന്നത്. പറയുന്നവർക്ക് കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വിവരമില്ലാത്തതുകൊണ്ടൊന്നും അല്ല. ഇവർക്ക് ഇവരുടെ രാഷ്ട്രീയ ആശയം ഇതൊക്കെ അനുസരിക്കണം. നമ്മുടെ നാടെന്ന് പറയുന്നത് 100ഓളം നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് ഭാരതം ഉണ്ടാകുന്നത്. അതും ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ എന്ന സങ്കല്പം മാറുന്നു. പല മതങ്ങൾ ഓരോ സ്റ്റേറ്റിനും കേരളത്തിലുള്ള മതാചാരങ്ങളോ ദൈവങ്ങളോ അല്ല പഞ്ചാബിലുള്ള മതാചാരങ്ങളും മറ്റുമാണോ ഗുജറാത്തിലുള്ളത്? എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഈ ജയ ശ്രീരാം വിളികൾ നമുക്കെല്ലായിടത്തും നമുക്ക് ശിവൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് കൂടുതൽ. ഈ ഇടയ്ക്കാണ് ജയ ശ്രീരാം എന്നുള്ളൊക്കെയുള്ള BJPക്കാർ കൊണ്ടുവന്നതാണ്. അത് മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഓരോ സ്റ്റേറ്റിനും ഡിഫറൻസ് ആണ് അവരുടെ പ്രാർത്ഥനയും ചടങ്ങ്. നമുക്കിവിടെ ശബരിമല അയ്യപ്പൻ, ഈ നോർത്തിലോട്ടുള്ളവർക്കൊന്നും ശബരിമല അയ്യപ്പനും മറ്റൊന്നും ദൈവമല്ല. പിന്നെ BJP സർക്കാർ വന്നപ്പം ശബരിമലയുടെ പ്രശ്നങ്ങളോട്ട് ഇൻവോൾവ് ആയിട്ട് അത് ഓൾ ഇന്ത്യ ബേസിൽ അയ്യപ്പനെ ഈ രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ കാര്യമാണ്. ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നേതാക്കൾ നാട്ടിലുള്ള മറ്റു ജനതയെ തലയോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. താല്പര്യമുള്ളവർക്ക് ചെയ്യാം, പക്ഷെ നിർബന്ധിക്കുമ്പം നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്.
നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് ചില ഫ്രീഡംസ് ഉണ്ട്. എനിക്ക് മനസ്സിലാത്ത ഈ BJP-ക്കാരും ഈ പറയുന്ന RSS-കാരൊന്നും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടില്ലേ? ആദ്യം ഈ രാഷ്ട്രീയമൊക്കെ നടത്തുന്ന മുമ്പ് ഭരണഘടനയൊന്ന് വായിച്ചു നോക്കുക. പഠിച്ചില്ലെങ്കിലും ഒന്ന് വായിച്ചില്ലെന്ന് നോക്കുക. രാഷ്ട്രീയം കളിക്കാൻ വരുന്നവർ പ്രത്യേകിച്ചും ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന പഠിക്കുക, എന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ വരിക. ഇത് വെറുതെ ജനത്തെ വെറുപ്പിക്കാൻ വേണ്ടിയുള്ള ഓരോ പ്രസ്താവനയായിട്ട് വന്നിട്ട് എന്ത് കിട്ടാനാ? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ പൊട്ടന്മാരല്ല, അവർക്കിതൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട്. അതാണ് ഈ വർത്തമാനം പറഞ്ഞിട്ടും ഒന്നും കുത്താൻ വരുമ്പം ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.